സമർപ്പിക്കുമ്പോൾ ദാസന ഷഹോറീസ് ഈ സമയത്ത് പ്രാർത്ഥിക്കും. എല്ലാവരും കേട്ട വചനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് തുടർന്ന് കർത്താവിന്റെ വിശുദ്ധ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. വിശുദ്ധ മേശയിൽ പങ്കാളികളായി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങാൻ തുടർന്നുള്ള നിമിഷം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, മനോഹരമായ നല്ല ഞായറാഴ്ചയുടെ രാവിലെ സമയത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും വാഴ്ചയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു വന്ന 1-ാം നിമിഷം മുതൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരവും ദൈവകൃപയുടെ വ്യാപാരവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ എല്ലാം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, ഇതിന് നേതൃത്വം കൊടുക്കുവാൻ നിന്റെ ദാസന്മാരെ അവിടുന്ന് സഹായിച്ചുവല്ലോ. ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം വഹിക്കുമെന്ന ദാസനെ കരങ്ങളെടുത്തുകൊണ്ടു ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ദാസന് കൊടുത്ത വലിയ വെളിപ്പാടിനായി സ്തോത്രം. പൂർണ്ണമായതെല്ലാം മനസ്സിലാക്കുവാൻ ആവശ്യമാകുന്ന ജ്ഞാനം ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലെല്ലാം ഇംപ്ലാന്റ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ അവിടെ സഹായിക്കണമേ. ഇനിയും അനേകർക്ക് പ്രയോജനപ്രദമായി അവിടുന്ന് ഉപയോഗിക്കണമേ. കടന്നു എല്ലാ നിന്റെ ജീവിതത്തിന്റെ ദുർക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ സ്പർശനമേൽക്കാത്തവരായ ആരും ഇവിടുന്ന് മടങ്ങി പോവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാൽവരിയിൽ അവിടുന്ന് ഉണ്ടാക്കിയ പീസ് ട്രീറ്റിയുടെ ഭാഗമായി ക്ഷമിക്കുന്നവരായി കർത്താവേ, എല്ലാം സഹിക്കുന്നവരായി ക്രൂശിന്റെ ചൂട്ടിൽ ഞങ്ങളുടെ നേട്ടങ്ങളെല്ലാം എറിഞ്ഞ് അവിടുത്തെ വാഴ്ത്തുന്നവരായി മാറുവാൻ ഈ ദിവസങ്ങൾ കൂടുതലായി ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നടക്കുന്ന കർത്തവ്യെ ശേഷിപ്പിക്കുന്നു. അതിലേക്ക് ഭാഗമാകാൻ ഞങ്ങളെല്ലാം ബലപ്പെടുത്തണമേ. കുറ്റങ്ങളെ ക്ഷമിക്കണമേ, കുറവുകളെ ക്ഷമിക്കണമേ. ക്രൂശിന്റെ മറവിൽ മറഞ്ഞിരുന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രാർത്ഥനകളുടേതിനായി സ്തോത്രം. എല്ലാ മഹത്വവും മാനോട് നിൽക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം സ്വർഗീയ പരമപിതാവേ. കർത്താവിന്റെ വിശുദ്ധ മേശയിലേക്ക് തുടർന്ന് നാം പ്രവേശിക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ ഈ ആരാധനയിൽ 1-2 പ്രിയപ്പെട്ടവരുടെ പുതിയതായിട്ടുണ്ട്. രാജു അഗസ്റ്റിൻ അങ്കമാലിയിൽ നിന്ന് ഇന്ന് ഈ ആരാധനയിൽ പുതിയതായി സംബന്ധിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീവിന്റെ ഒരു കൂട്ടുകാരൻ ഉഭയത് ആലപ്പുഴയിൽ നിന്ന് ഇന്ന് ആദ്യമായിട്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സനോജ് മടങ്ങി ദുബൈയിലേക്ക് പോയി സൗഖ്യത്തോടെ വിളിച്ചു. ഓമന രാജുവിടെ ഓമന മാമ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരികമായിട്ട് അല്പ പ്രയാസങ്ങളിലായിരുന്നു. കർത്താവ് സൗഖ്യവും വിടുതലൊക്കെ കൊടുത്തു. ഈ ആരാധന ഒന്നിച്ച് നന്നായിരിക്കുന്നു. ക്രൂശിനെ ധ്യാനിക്കാം. വചനം ഇവിടെ വായിക്കുമ്പോൾ ഒരു നിമിഷം തന്നെ താൻ സമർപ്പിക്കുന്ന നിമിഷമാക്കി തീർക്കട്ടെ. ഈ വചനഭാഗങ്ങളുടെ വായിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച് തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവിടുന്ന് മടങ്ങാൻ കർത്താവ് കൃപയിരട്ടെ. ശുശ്രൂഷയിൽ സഹകാരികളാകുന്ന കർത്തൃദാസന്മാർ സഹോദരങ്ങൾ വേഗത്തിൽ സ്റ്റേജിലേക്ക് വായിക്കുമ്പോൾ തന്നെ കടന്നുവരാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-32 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചുകൊടുത്ത രാത്രിയിൽ അവൻ അപ്പോഴത്തെ സ്തോത്രം ചൊല്ലി നുറുക്കുകയും, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താഴെ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നെങ്കിലോ നല്ലോകത്തോടുകൂടി ശിക്ഷ അതിലകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു.